നമ്മൾ വന്നത് ആതിരയുടെ കാര്യം സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം കാണാനാ. അത് ആലോചിച്ച് വേണം ഓരോ സംസാരവും. അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമായി അവൻ ആതിരെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയണം. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ പറഞ്ഞതൊക്കെ അവൻ ഉറപ്പ് തന്നാണെന്നും അറിയണം. അതവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സേതു ദേഷ്യപ്പെട്ടതുകൊണ്ടല്ലേ പിന്നീട് അവനൊന്നും പറയാതിരുന്നത്. അങ്ങനെ പേടിയുള്ളവരൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കരുതായിരുന്നു. നീ ഇപ്പോഴേ അത് പറഞ്ഞ് ബഹളം വയ്ക്കണ്ട. നമുക്ക് സേതുവിനെ കണ്ട് സംസാരിക്കാം, എന്നിട്ടല്ലേ ബാക്കി. നീ വാ വാ. എന്താ മോളെ? അത് മോളോ? ആരുടെ മോള്? നിങ്ങളുടെ മോളുടെ പേര് അർച്ചന എന്നും ആതിര എന്നും അല്ലേ? അനഘയ്ക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യം കാണുമെന്നറിയാം. അത്ര പെട്ടെന്ന് മാറില്ലെന്നും അറിയാം. അതൊന്നും ഞങ്ങൾ അറിഞ്ഞ സംഭവങ്ങളല്ലല്ലോ. ആര് പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന്? അറിയാത്ത പോലെ നടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. സന്ദീപും ആതിരയും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയായിരുന്നില്ലേ? അവൻ നിങ്ങളുടെ മോളെ വിവാഹം കഴിച്ചതും അറിയായിരുന്നു. അയ്യോ, വിവാഹത്തിന്റെ കാര്യമൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യങ്ങളാ. എന്നാ നിങ്ങളുടെ മൂത്ത മകൾക്ക് എല്ലാം മനസ്സറിവുള്ള കാര്യങ്ങളായിരുന്നു. ഞാനും അച്ഛനും വന്നത് സന്ദീപിന്റെ അച്ഛനെ കാണാനാ. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു വഴക്കിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ ആർക്ക് നിങ്ങളെ കാണണ്ടെങ്കിലോ? ഇവിടെ ആർക്ക് നിങ്ങളെ കാണണ്ടെന്ന് മാത്രമല്ല, നിങ്ങളോടൊന്ന് സംസാരിക്കാനും താല്പര്യമില്ല. അത് അനക്കയല്ല പറയേണ്ടത്, സേതുമാധവൻ എന്ന മനുഷ്യനാ. മാഷു അനൂപും അകത്തേക്ക് വരും. ഇരിക്കെ മാഷെ, ഇരിക്കെ. സേതു, ഞങ്ങൾ വന്നത് സന്ദീപിന്റെയും ആതിരയുടെയും കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എന്ത് കാര്യം? എന്ത് കാര്യ പറയാനുള്ളത്? പറയാനുള്ളത് പറഞ്ഞും കേൾക്കാനുള്ളത് കേട്ടുമാണല്ലോ അവസാനമായിട്ട് പിരിഞ്ഞത്. അവന്തികേ, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ പലതും പറഞ്ഞു. അങ്ങനെ പിണങ്ങിയിരുന്നാൽ ഇതിനൊരു അവസാനം കാണാൻ പറ്റില്ലല്ലോ. പിള്ളേര് ചെയ്ത തെറ്റിനെ മാപ്പ് കൊടുക്കേണ്ടതും അവരോട് ക്ഷമിക്കേണ്ടതും നമ്മൾ മാതാപിതാക്കൾ തന്നെയല്ലേ? അങ്ങനെ തെറ്റെന്നതിനെ നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞോളരുത്. തെറ്റെന്നല്ല അതിനെ പറയേണ്ടത്, അഹങ്കാരെന്നാ. ഇങ്ങനൊരു ബന്ധം ഇവിടെ ആരും സമ്മതിക്കില്ലെന്ന് അറിഞ്ഞിട്ടും രഹസ്യമായി വിവാഹം കഴിക്കുകയും ആരും അറിയാതെ ഒന്നിച്ച് താമസിക്കുകയും അതില് ഗർഭിണിയാവുകയും ചെയ്താൽ അതൊരു ചെറിയ തെറ്റാണോ? ഇങ്ങനെ എല്ലാത്തിനും അവന്തിക തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലാതെയാവും. അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത് കേട്ടിട്ട് കേൾക്കണ്ടെങ്കിലോ? അവന്തിക, മാഷു പറയട്ടെ. ഇത്രയൊക്കെ പ്രശ്നമുണ്ടാക്കി ഞങ്ങൾ പോയതിനു ശേഷം ഇത്ര പെട്ടെന്ന് ഞങ്ങളതൊക്കെ മറന്ന് തിരിച്ചു വരണമെങ്കിൽ അതിനർത്ഥം ഞങ്ങൾക്ക് നിങ്ങളോട് പിണക്കമോ ദേഷ്യമോ ഇല്ലെന്നാ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ തെറ്റ് എന്റെ 2 പെൺമക്കളുടെയും ഭാഗത്താ. അതുകൊണ്ടാ ഞങ്ങൾ ഇന്നിവിടെ വരാമെന്ന് കരുതിയത്. ഞാൻ പറയാതെ തന്നെ
സേതുവിന് മനസ്സിലാവും. പെൺകുട്ടികളെ വളർത്തുന്ന ഒരു അച്ഛന്റെ ആകുലതകളും വേദനയും സാമ്പത്തികമായ ചുറ്റുപാടുകൾ കൂടി ഇല്ലെങ്കിൽ വളരെ പരിതാപകരമാവും. എങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കൊടുക്കും. കൂടുതൽ ചുറ്റിപ്പളയ്ക്കാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് സന്ദീപിനെ ആതിരയെ കൊണ്ട് കെട്ടിച്ചൂടെ? ഇവിടെ കയറി വന്ന് എന്റെ മകളെ ഇവിടത്തെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ചോദിക്കാനുള്ള അർഹത ഒരു തരത്തിലും ഇല്ല എന്നെനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്റെ മോളുടെ അവസ്ഥ അത്രയ്ക്കും മോശമായതുകൊണ്ടാ ഇതും പറഞ്ഞു വന്നത്. പഠിപ്പിക്കുന്ന പിള്ളേരുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പോലും സ്വയം വേദനിച്ചിരുന്ന ഒരു അധ്യാപകന് എത്രയെന്ന് കരുതിയാണ് സ്വന്തം മോളുടെ കണ്ണീര് കണ്ടു നിൽക്കാൻ കഴിയുന്നത്? ഇവിടത്തെ അനഘമോളുടെ കാര്യവും അവന്തികയുടെ വിഷമവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാവും? അറിഞ്ഞിടത്തോളം സന്ദീപ് മാതിരി വിവാഹം കഴിഞ്ഞവരാണ്. ഇപ്പോ എന്റെ മോളുടെ വയറ്റിൽ സന്ദീപിന്റെ കുഞ്ഞുമുണ്ട്. നമ്മുടെ മുന്നിലല്ലാതെ നിയമത്തിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും ഭാര്യ ഭർത്താക്കന്മാരാണവർ. അവർക്കൊരുമിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആരുടെയും അനുവാദം അവർക്ക് ആവശ്യമില്ല. എന്നിട്ടും അവരതിപ്പോഴും ചെയ്യാത്തത് നമ്മുടെയൊക്കെ അനുവാദത്തിന് വേണ്ടിയാ. നാളെ അവരായിട്ടെടുക്കുന്ന ഒരു തീരുമാനം ഇന്ന് നമുക്ക് തന്നെ അങ്ങ് നടത്തിക്കൊടുത്തൂടെ? ഇങ്ങേരുടെ ആലോചന കണ്ടാലറിയാം. മാഷിന്റെ വർത്തമാനം ശരിക്കും ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ട്. ആലോചനയുടെ അവസാനം ഇങ്ങേര് ചിലപ്പോൾ സന്ദീപിനെ ആതിരെ കൊണ്ട് കെട്ടിക്കാൻ സമ്മതിച്ചെന്നിരിക്കും. അത് പണിയാവുമല്ലോ. സേതു ഒന്നും പറഞ്ഞില്ല. ഇനി എന്ത് പറയാൻ? നിങ്ങളുടെ മുഖത്ത് നോക്കി അത് നടക്കില്ല എന്ന് പറയാനുള്ള മടി കൊണ്ടാ അച്ഛൻ മിണ്ടാതിരിക്കുന്നത്. എടതി, കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം. ആഹാ, ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. നീ എന്താ ഇതിന്റെ ഇടയിൽ തല കൊണ്ടിടാത്തേന്ന്? എല്ലാം ഒപ്പിച്ചു വെച്ച് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിൽ പ്രധാനി നീയാണല്ലോ. ഈ കുടുംബത്തെ ഇവിടെ ഉള്ളവരെയും ഇമാതിരി നാണം കെടുത്തുന്നൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നീ എന്റെ വാടപ്പിക്കാൻ ശ്രമിക്കാണോ? ശരിയാ, സന്ദീപിന് ഒരു അബദ്ധം പറ്റി. ഇതൊക്കെ ഇതുപോലുള്ള വലിയ വീടുകളിൽ അപൂർവ സംഭവമൊന്നും അല്ല. ഇവള് എന്റെ അനിയത്തി എത്രയോ കാലമായി അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു. അതും ഈ വീട്ടിൽ തന്നെ. എന്നിട്ടെന്താ ഇവൾക്ക് സന്ദീപിൽ നിന്ന് മോശമായിട്ടൊരു അനുഭവം ഉണ്ടാകാത്തത്? എല്ലാരും കൂടി ആലോചിക്കണ്ട. അതിനൊരു കാരണമേ ഉള്ളൂ. ഇവളെ സൂക്ഷിക്കാൻ ഇവൾക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ എന്റെ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എടുത്തി, അർച്ചനയുടെ അച്ഛനും അനുവേട്ടനും വന്നത് അച്ഛന്റെ അഭിപ്രായം അറിയാനാ, അല്ലാതെ വഴക്കൂടാനല്ല. അച്ഛന്റെ അഭിപ്രായം തന്നെയാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിന്റെ അനിയന് പറ്റിയൊരു കയ്യബദ്ധത്തെ വിവാഹത്തിലോട്ട് എത്തിക്കാനാ ഇവരിവിടെ വന്നിരിക്കുന്നത്. നിനക്ക് നിന്റെ ഭാര്യയുടെ അനിയത്തി എന്തെങ്കിലും പറയുമ്പോ നിനക്ക് കൊള്ളും. അപ്പോ ഇത് നിന്റെ ആരുമല്ലേ? ഞാൻ നിന്റെ ആരുമല്ലേ? ഇവളുടെയും സന്ദീപിന്റെ വിവാഹം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ നമ്മുടെ അച്ഛൻ. ആ അച്ഛന്റെ മനസ്സ് നോവുന്നത് എത്രമാത്രമാണെന്ന് നിന്നേക്കാ കൂടുതൽ എനിക്കറിയാം. നിന്റെ ഭാര്യയുടെ അച്ഛനെ പോലെ തന്നെയാ നമ്മുടെ അച്ഛനും. എന്നെക്കാ നിനക്കറിയാലോ കൂടുതൽ ടെൻഷൻ ആയാലുള്ള അച്ഛന്റെ അവസ്ഥയെ പറ്റി.
ഇവിടെ ഓരോരുത്തർ കാരണം അച്ഛന്റെ മനസ്സ് ആകെ താളം തെറ്റിയ അവസ്ഥയിലാ. അതിന്റെ ഇടയ്ക്കാ ഇതുപോലോരോ പ്രശ്നങ്ങൾ വന്ന് വീഴുന്നത്. കണ്ടോ എത്രമാത്രം വേദനിച്ചിട്ട് അച്ഛൻ എണീറ്റ് പോയതെന്ന്. അതിന് മാത്രം ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഏട്ടത്തിയല്ലേ കുറെ നേരമായിട്ട് സംസാരിക്കുന്നേ. അച്ഛനെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാ അച്ഛനും പറയാനുണ്ടായിരുന്നത്. അതാ അച്ഛനൊന്നും പറയാതെ പോയത്. അച്ഛാ വാ നമുക്കിറങ്ങാം. ഇനി ഇവിടെ നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതെല്ലാവർക്കും പിന്നെ വിഷമായി എന്ന് വരും. അനുപേട്ട, ഞാൻ ഒന്നുകൂടെ ഒന്ന് അച്ഛനെ വിളിക്കാം. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ഇതില് വേറെ തീരുമാനമൊന്നുമില്ല. ഇപ്പോ നിങ്ങൾ വന്ന കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അവന്തിക്ക്. എവിടെ ഇതിനൊക്കെ ഉത്തരവാദിയായവൻ? അവനോട് പറഞ്ഞേക്കണം, ആതിര എന്ന് പറഞ്ഞ ആ വഴിക്കെങ്ങാനും കണ്ട അവനെ വെട്ടി വീഴ്ത്തിട്ട് ഞാൻ അടങ്ങുന്നു. സന്ദീപ് ഇനി ആ വഴി വരാനൊന്നും പോണില്ല. അവനെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആതിരെ നിങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അല്ലാതെ ഗർഭത്തിന്റെ പേരും പറഞ്ഞ് സന്ദീപിനെ തട്ടിയെടുക്കാന്നുള്ള മോഹം ഇപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അനക്ക എന്തൊക്കെയാ ഈ പറയുന്നത്? സന്ദീപിനെ തട്ടിയെടുക്കണമെന്നൊന്നും ഞങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. മോളുടെയും സന്ദീപിന്റെയും വിവാഹം ഉറപ്പിച്ചിട്ട് പോലും എതിർക്കാനോ വഴക്കിനോ എന്റെ മോള് വന്നിട്ടുണ്ടോ? ഇളയമോള് വന്നില്ലെങ്കിൽ എന്താ, വിവാഹം മുടക്കാൻ മൂത്ത മോള് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ദേ ഇപ്പൊ ഞാൻ പറയുവാ, ആതിരയുടെ കാര്യവും പറഞ്ഞ് വൃന്ദാവനത്തിൽ നിന്ന് ഇനി ആരും ഇങ്ങോട്ട് വരരുത്. നിങ്ങളുടെ കുട്ടിക്ക് പറ്റിയ അബദ്ധം നാട്ടുകാരറിയാതെ എങ്ങനെയും സോൾവ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ സോൾവ് ചെയ്യുന്നില്ലെങ്കിലോ? സന്ദീപിനും ആതിരയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ ഏട്ടത്തിയുടെ എന്നല്ല ആരുടെ അനുവാദം ആവശ്യമില്ല. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് നിയമത്തിന് മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. പിന്നെ എടുത്തി പറയുന്നതിലും പരിഹസിക്കുന്നതിലും ഒന്നും ഒരു കഴമ്പുമില്ല. നേരത്തെ പറയുന്ന കേട്ടല്ലോ, സന്ദീപിനും ആതിരയ്ക്കും അബദ്ധം പറ്റിയതിനെ കുറിച്ച്. ആര് പറഞ്ഞു അബദ്ധം പറ്റിയെന്ന്? വിവാഹം കഴിഞ്ഞ് രണ്ടുപേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാ അബദ്ധമാവുന്നേ? കൊള്ളാം, നല്ല ന്യായീകരണം. അനിയത്തിയെ ഇവിടേക്ക് മരുമകളായി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും വാശിയൊക്കെ നല്ലത് തന്നെ. അത് ഈ ഗർഭത്തെ മുൻനിർത്തി നടപ്പിലാക്കാൻ നോക്കുന്നതേ അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. അർച്ചനയും വീട്ടുകാരും സന്ദീപിനെ കൊണ്ട് ആതിരയെ കെട്ടിക്കാൻ വേണ്ടി ആതിരെ തന്നെ മുൻനിർത്തി കളിച്ച കളിയാണിതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഗർഭം വരെ കാര്യങ്ങൾ എത്തിയിട്ട് ഇപ്പൊ കേറി വന്നേക്കുന്നു. നിങ്ങളൊക്കെ മനഃപൂർവ്വ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു, അതല്ലേ സത്യം? അവന്തികെ, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാ ഞങ്ങൾ നിൽക്കുന്നത്. അവന്തിക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ അനിയത്തി ഇങ്ങോട്ട് ഇനി വിടുന്നില്ല. അവളുടെ കാര്യം ഇനി ഈ വീട്ടിൽ ആരും അന്വേഷിക്കണ്ട. അവളുടെ കാര്യം ഇനി എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം പറഞ്ഞാൽ വിഷമമൊന്നും തോന്നരുത്. നിങ്ങളുടെ ഈ മനസ്സിലിരിപ്പോണ്ട നിങ്ങളുടെ ഈ അനിയത്തി ഇങ്ങനെ നിന്നുപോയത്. ഇനി ഈ വീട്ടുമുറ്റത്ത് കാലൂത്തണ്ടെന്ന് കരുതിയാ മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെയും നാണമില്ലാതെ കയറി വന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാ. ഇനി എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അതിലാരുടെയും ഉപദേശം എനിക്ക് ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് വിഷമം പറയാതെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് സാവധാനം ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്ക്. ദേ ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല മാഷെ. പഠിപ്പിക്കുന്ന കുട്ടികളുടെ കണ്ണു നിറയാതെ നോക്കിയ മാഷിന് സ്വന്തം മകളെ നല്ലപോലെ നോക്കാൻ പറ്റിയില്ല. ആ സന്ദീപും ആതിരയും വിവാഹം കഴിഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ അവരെ നമുക്ക് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് അവിടേക്ക് ഞാൻ സന്ദീപിനെ കൊണ്ടുവന്നോളാം. ഇനി മേലില് വിവാഹം ഗർഭം എന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരരുത്. ഇനി ഇങ്ങനെ ആയിരിക്കില്ല സംസാരവും പെരുമാറ്റവും. വടി പോവാം.
മതിയാ നിനക്ക്? അച്ഛന് സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. ഞാൻ എന്തെങ്കിലും കൈവിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നിന്റെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് കരുതി മാത്രമാണ് ഞാനെല്ലാം കേട്ടു നിന്നത്. ഇല്ലെങ്കിൽ അവന്തിക എന്നല്ല, ആരായാലും എന്റെ അനിയത്തെക്കുറിച്ച് പറഞ്ഞവളുടെ നാവ് പിഴുതെടുത്തേനെ ഞാൻ. അനുപേട്ട, ഇതൊക്കെ എല്ലാവരുടെയും ദേഷ്യം മാറാത്തതുകൊണ്ട് സംഭവിക്കുന്നതാ. എല്ലാം നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നതേ ഉള്ളൂ. വേണ്ട, എന്റെ സഹോദരിയും ഭർത്താവും ശരിയാക്കിയെടുത്തോളം മതിയെല്ലാം. ഇനി ഇതും പറഞ്ഞ് ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ല. അതുപോലെ അങ്ങോട്ടും വരരുത്. എന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെ ആരും. ഞാൻ നിർബന്ധിച്ചിട്ട അവൻ വരാൻ തന്നെ തയ്യാറായത്. ഇനി അവൻ എന്ത് തീരുമാനിച്ചാലും അവന്റെ കൂടെ നിൽക്കുകയേ നിവൃത്തിയുള്ളൂ. അച്ഛൻ പോട്ടെ മോളെ. എല്ലാം സഹിക്കാനല്ലേ നമ്മളെ കൊണ്ട് നിവൃത്തിയുള്ളൂ. എനിക്കറിയായിരുന്നു ഇതിങ്ങനൊക്കെ തന്നെ ആവുമെന്ന്. അച്ഛനും അനുപേട്ടനും ഇന്ന് കയറി വന്നതാ ഇത് ഇത്രയും പ്രശ്നമായത്. ഇന്നല്ല, ഇനി എന്ന് വന്നാലും ഇതൊക്കെ തന്നെ നടക്കുള്ളൂ സച്ചേട്ടാ. എല്ലാവരും സംസാരിച്ചൊരു തീരുമാനത്തിലെത്തുന്നതിന് പകരം എന്തൊക്കെയാ അവന്തിയെടുത്ത് പറഞ്ഞത്? എന്റെ കുടുംബത്തെ മുഴുവനായിട്ട് അപമാനിച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്റെ വീട്ടുകാരെന്നല്ല ആരായാലും പ്രതികരിച്ചു പോവും. ഇവന്റെ അനഘയുടെ വിവാഹം മുടങ്ങിയതിന്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ടാവും അവന്തികടുത്തേക്ക്. പിന്നെ താനാണ് ഇതിനെല്ലാം പുറകിലെന്നും കൂടി അറിഞ്ഞപ്പോ അതേ ദേഷ്യം തന്നോടും ഉണ്ടാവും. എന്ന് കരുതി ഇങ്ങനെ തരം താഴ്ന്ന രീതിയിലാണോ സംസാരിക്കേണ്ടേ? സന്ദീപ് ഇവിടെ ഇല്ലായിരുന്നല്ലോ, കേൾക്കണമായിരുന്നു അവര് പറഞ്ഞതൊക്കെ. എനിക്കറിയാം ഇവിടുത്തെ അച്ഛനൊരു തീരുമാനത്തിൽ എത്തുമെന്ന് കണ്ടപ്പോഴാ അവന്തിയെടുത്തി വഴക്കുണ്ടാക്കിയത്. ഇതിപ്പോ രണ്ട് കുടുംബക്കാരുടെ കലഹമായിട്ട് മാറിയില്ലേ? ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഇവന്റെ ആതിരയുടെ കാര്യത്തില് ഒരു അന്ത്യം ഉണ്ടാക്കിയേ പറ്റൂ. ഇതും പറഞ്ഞ് ഇനി തന്റെ വീട്ടിൽ നിന്ന് ആരും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോ നമ്മൾ മുൻകൈ എടുത്ത് നടക്കൂ. ഞാൻ പോയി ആതിരെ വിളിച്ചിറക്കൊണ്ട് വരട്ടെ? നിങ്ങൾ പറ, ഞാൻ അതുപോലെ തന്നെ അനുസരിക്കാം. ഞാൻ വിളിച്ച ആതിരെ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. നീ ഇപ്പൊ അതിന് മുതിർന്ന വീണ്ടും പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഇതിപ്പോ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് അനുവേട്ടനും ഭാഷയായിട്ടുണ്ടാവും.
ഒരു നേരായ വഴി എന്തായാലും ഇതിനുണ്ടാവില്ല. അവസാനം സന്ദീപ് പറഞ്ഞത് തന്നെ നടക്കൂ. ഇപ്പോഴുള്ള ഈ ചൂട് മാറുന്നതിന് മുമ്പ് ഏത് വിധേനയായാലും ആതിരെ നമുക്കിവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അതും എത്ര വേഗം. കാരണം ഇനി അനുപേട്ടൻ ആദ്യം എടുക്കാൻ പോകുന്ന തീരുമാനം എന്താന്ന് എനിക്കറിയാം. ആതിരയുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചെന്നിരിക്കും. അങ്ങനെ വന്ന ആതിരയുടെ അവസ്ഥയും തീരുമാനവും നമ്മൾ കരുതുന്നതിലും അപ്പുറമായിരിക്കും. പിന്നെ എന്താ ഏട്ടത്തി ഇതിനൊരു സൊല്യൂഷൻ? എല്ലാ അച്ഛനും മറ്റുള്ളവരും അറിഞ്ഞിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? അതങ്ങനെയാ സന്ദീപ്. ചില സമയത്ത് എന്ത് തീരുമാനം എടുത്താലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് സമയം എടുത്തെന്നിരിക്കും. പക്ഷേ നമുക്കതിന് ഇവിടെ സമയമില്ലെന്നുള്ളതാ വിഷയം.